ആലുവ ബ്രിഡ്ജ് റോഡിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാമെന്ന അധികൃതരുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. ആലുവ ബ്രിഡ്ജ് റോഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കഴിഞ്ഞ 6 ദിവസങ്ങളായി ആലുവ ബാങ്ക് ജംഗ്ഷൻ, ബ്രിഡ്ജ് റോഡ്, കോർഡർ ലൈൻ, പേരക്കാട്ട് റോഡ് എന്നീ ഭാഗങ്ങളിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് കുടിവെള്ളക്ഷാമത്തിന് കാരണമെന്ന് പൗരാവകാശ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. കഴിഞ്ഞ 50 വർഷത്തിലധികമായി ഈ ഭാഗങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന വാട്ടർ അതോറിറ്റി ആസ്ബറ്റോസ് നിർമ്മിതമായ ഭൂഗർഭജല വിതരണ പൈപ്പുകൾ മാറ്റി ഗുണനിലവാരമുള്ള പുതിയ പൈപ്പുകൾ സ്ഥാപിക്കണമെന്ന് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 2023 നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. കണ്ടുപിടിച്ചാൽ പോലും ഇതിനെ ഒരു ശാശ്വതമായ പരിഹാരം അപ്ലോണല്ല. ഈ അമൃത് പദ്ധതിയിൽ പെടുത്തിയത് മാറ്റുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പൊ പറയുന്നത് ഫണ്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചോളം ശാശ്വതമായ ഒരു പരിഹാരം, ഇപ്പൊ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോ ആ പമ്പിയൻസും മുതൽ നമ്മുടെ ബാങ്കേൻസും വരെയുള്ള റോഡിന് നടുവിലുണ്ടായിരുന്ന ആസ്ബറ്റാസ് പൈപ്പ് മാറി DI പൈപ്പ് വന്നപ്പോ അവിടുത്തെ പ്രശ്നം തീർന്നു. ഇപ്പൊ അവിടെ പൊട്ടണല്ല, അത് റോഡിന്റെ സൈഡിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ ഈ പഴയ പൈപ്പുകൾ കിടക്കുന്നതെല്ലാം ഒരാള് അടിയിലും കാനലടി കൂടിയൊക്കെ പോയിക്കണേ, റോഡിന്റെ നടുവിൽ കൂടി പോകുന്നുണ്ട്. ഇതൊക്കെ മാറ്റി ഗുണനിലവാരമുള്ള PVC പൈപ്പുകൾ, ഗുണനിലവാരമുള്ള ഏതെങ്കിലും പൈപ്പുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹമില്ല. ഞങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സംഘടനയാണ്. ജനങ്ങളുടെ ഒരു വിഷയം വരുമ്പോ ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇടപെടും. ഈ ഭാഗത്തെ ഉപയോഗശൂന്യമായ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിന്മേൽ ഉപരോധം അവസാനിപ്പിച്ചു. അത് നമുക്ക് ഒരു 700 ഈ 100 AC മാറ്റാനായിട്ട് അത് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ചു തരാം. അങ്ങനെ പക്ഷെ നമുക്ക് ഇവിടെ നമുക്ക് ബുദ്ധിമുട്ട് വന്നേക്കണം. റോഡ് കട്ടിംഗ് പെർമിഷനാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ 500ന്റെ പൈപ്പ് ഇടുന്ന സമയത്തും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 100. ഉപരോധ സമരത്തിന് പൗരാവകാശ സംരക്ഷണ സമിതി ഭാരവാഹികളായ സാബു പരിയാരത്ത്, നിസാം പുഴിത്തറ, ബാബു കുളങ്ങര, അബ്ബാസ് തോഷിബപുരം, ഡൊമിനിക് കാവുങ്കൽ, ഷമീർ കല്ലുങ്കൽ, ജേക്കബ് പയ്യപ്പള്ളി, PH ഇബ്രാഹിം, അഡ്വക്കേറ്റ് ഫിറോസ് ഖാൻ, മുരളീധരൻ നായർ, MI സിദ്ദിഖ്, ബാബു പാറക്കൽ, സന്തോഷ് കുമാർ, PI അൻവർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.